അസ്സലാമലൈക്കും. നമ്മൾ നോമ്പ് 2 വന്നിരിക്കുകയാണ് ഗായ്സ്. ഇന്ന് നമ്മൾ രസാദലി പഴം വെച്ചാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നത് ഗായ്സ്. രസാദലി പഴം 5 എണ്ണം. ഇത് കുറേ ഉണ്ട് ഗായ്സ്. തന്നെ വിട്ടാൽ എനിക്ക് എന്നൊന്നും പറ്റില്ല ഗായ്സ്. പേരയ്ക്ക, ആപ്പിൾ, മുന്തിരി, അനാർ, ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഉണക്കമുന്തിരി, പങ്കിൻ സീഡ്. അല്ലാതെ യോഗട്ടും കൂടെ ഉണ്ട് ഗായ്സ്. ഇന്നലെ യോഗട്ട് ഉണ്ടായിരുന്നു ഗായ്സ്. ഇത് ഇത്രയും കുപ്പി തേൻ നമ്മൾ ഇതിനകത്ത് ഒഴിക്കും ഗായ്സ്. അത്രയും തേൻ ഒഴിച്ചുണ്ട് ഗായ്സ്. എന്തായാലും ഒഴിക്കും ഗായ്സ്. ആ പരമൊക്കെ എടുത്തിരുന്നു ഗായ്സ്. കണ്ട മിക്സ് ഒക്കെ ചെയ്യുന്ന കൈ വെച്ചാൽ മിക്സ് ചെയ്യണം ഗായ്സ്. അടുത്ത് നമ്മൾ തണ്ണി, അതും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നു ഗായ്സ്. അടുത്ത നമ്മൾ ആപ്പിൾ, പേരയ്ക്ക, മുന്തിരി, അനാർ അടുത്ത പാത്രം ആവാൻ പോണേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് 1 പാത്രം. അടുത്ത യോഗട്ടാണ് ഗൈസ്. ഗൈസ് ദാ യോഗട്ട് കരണ്ടിയിലാണ് ഇടണം. ഇന്നലെയൊക്കെ നമ്മൾ കയ്യിലാണ് ചെയ്തത്. ഇപ്പോഴാണ് നമ്മൾ ഇതിലൊക്കെ ചെയ്യണം. ഇന്നലെ കരണ്ടിയിൽ തന്നെ എടുത്തത്. ഓ മിണ്ടാതിരിമ്മി. പാലും കൂടെ ഒഴിക്കാതുണ്ട്. ഇന്ന് പാലില്ലാത്ത സ്പെഷ്യലാണ്. അപ്പം പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് എന്തൊക്കെയാണ് ആഡ് ചെയ്യണേന്ന്. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കിയത് രസതകളി പഴത്തിലൊരു സ്മൂത്തിയാണ്. അതിൽ നമ്മൾ ആഡാക്കിയിട്ടുള്ളത് നമുക്ക് 4 or 5 രസതകളി പഴം എടുക്കാം. അതിനുശേഷം ഉള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് എല്ലാ ഫ്രൂട്ട്സും ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം ഈ പഴം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ കൈവച്ചാണ് നല്ല ഇതായിട്ട് എടുത്ത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് നമുക്ക് ഇന്ന് പഴം ആയതുകൊണ്ട് വലിയ മധുരത്തിൻ്റെയൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. കണ്ടോ ഗൈസ്, ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് എല്ലാ നട്ട്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പംകിൻ സീഡ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്തതാണ്. അപ്പം യോഗട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു കുറച്ച് തേന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. നമ്മൾ കുറച്ച് തേന് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടി കുറച്ചും കൂടെ മതി. മതിയാ. അപ്പം നമ്മൾ ഇന്നത്തെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതെങ്ങനെയാണ്. അപ്പം ഇതിന് നോമ്പ് മുറിക്കുമ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ എണ്ണയിൽ വറുത്ത സംഭവങ്ങൾ അതേപോലെ തന്നെ ജങ്ക് ഫുഡ് അതൊന്നും നമ്മളിപ്പം പ്രിഫർ ചെയ്യുന്നില്ല. കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് നോക്കുന്നത്. അതുപോലെ ജ്യൂസും ഒന്നും നമ്മളിപ്പം കുടിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു തൊണ്ടയുടെ കണ്ടീഷനും അതൊക്കെ മോശമായതുകൊണ്ടാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കസ്കസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉള്ളിൽ കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തണുത്ത വെള്ളമൊന്നും കുടിക്കാത്തതുകൊണ്ട് ആക്ച്വലി പറഞ്ഞാൽ ഒരു നോമ്പിനൊരു സുഖമില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് നോമ്പ് കുടിക്കുന്ന ടൈമിൽ എടുക്കാം. എല്ലാം കൂടെ നല്ല മിക്സാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഉമ്മി ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ല. നിങ്ങൾ ഇതിലേപോലെ പ്രിപ്പയർ ചെയ്തെടുക്കണം. നല്ല വൃത്തിയെടുക്കണം ഗൈസ്. ഉണ്ടായിരുന്നമ്മ എന്തില്ല ക്ഷീണം ഉണ്ടായിരുന്നോ? ക്ഷീണമില്ല, ഒന്നുമില്ല. അള്ളാഹു നല്ല ഇന്നത്തെ നോമ്പ് നല്ല ഇതായിട്ട് റാഹത്തായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ ഇന്നത്തെ സ്മൂത്തി കഴിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ രസതകളി പഴം വെച്ചുണ്ടാക്കിയ സ്മൂത്തിയാണ്. ഇന്ന് എൻ്റെ മോൻ പിണങ്ങി പോയിരിക്കുകയാണ്. ഇവിടെ ബഹളം ഉണ്ടാക്കിയത് കാരണം ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പിണങ്ങി അങ്ങ് പോയിരിക്കുകയാണ്. ഇന്നത്തെ സ്മൂത്തി എങ്ങനെയുണ്ട്? സൂപ്പർ കൊള്ളാം. ഇന്നലത്തെ കളി കൊള്ളാമോ? അത് രസതകളി പഴം ആയതുകൊണ്ടാണ്. ഇന്നലെ വേറെ ഫ്രൂട്ട്സ് മാത്രമല്ലേ ഉള്ളുമായിരുന്നു, പാലും. ഗൈസ്, ഈ സ്മൂത്തി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ. നല്ല നമുക്ക് തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിലും ചുമയും തൊണ്ടവേദനയും പനിയൊക്കെ ഉള്ള ആൾക്കാർക്ക്, സൗണ്ട് അടവൊക്കെ ഉള്ള ആൾക്കാർക്ക് തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇതേപോലെ ഫ്രൂട്ട്സ് എല്ലാ സംഭവങ്ങളും ഇട്ട് നട്ട്സ് എല്ലാം ഇട്ട് ഈ പഴം നന്നായിട്ട് മിക്സിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം, അല്ലാതെ ആണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇത് സൂപ്പർ. നല്ല നിഹാൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നിഹാൽ പണി പോയിരിക്കണം. മാതളെടുത്ത് അതിലോരോ ഇങ്ങനെ കുണ്ടിനെ കാണിച്ചുകൊണ്ട് ഞാൻ വഴപ്പറഞ്ഞ് അങ്ങ് പോയിരിക്കണം. അപ്പോൾ അതിന് പകരം നമ്മൾ ജാക്കി കയറി ഇവിടെ ഇരിക്കണം. പിന്നെ ഇന്നത്തെ നോമ്പ് സൂപ്പറായിരുന്നു. പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ വെയിൽ ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഒത്തിരി വെള്ളം കുടിക്കണം. ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. ഇന്നലെ കുടിച്ചായിരുന്നു. എന്നിട്ടും ക്ഷീണത്തിന് കുറവൊന്നുമില്ല. ഗൈസ്, അങ്ങനെ പിണങ്ങി പോയ ആൾ ഇതാ വന്ന് നിൽക്കുകയാണ്. അയ്യേ
പിണങ്ങി പോയി. ഇല്ല പുള്ളി ഗായ്സ്. കണ്ണിൽ നിന്നൊക്കെ എന്തോ ഒലിച്ചിരിക്കണം ഇവിടെ. ഇത് നേരത്തെ ഇതാക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ നിറച്ച്. അല്ലാതെ കരഞ്ഞതല്ല. അല്ല അയ്യോ പാവം. ഗായ്സ് നമ്മതാ മുട്ട വയ്ക്കാം. അതിനെ എടുക്കണ്ട. ഇതാക്കി കൊടുത്തു. ഗായ്സ് അതിന് ശേഷം നമ്മൾ മുട്ടയും കഴിച്ചു. ഗായ്സ് നമുക്ക് ഇനി കഞ്ഞി കുടിക്കാം. സൂപ്പർ കഞ്ഞിയാണ്, നിങ്ങൾ കുടിക്കണം. ഔഷധ കഞ്ഞിയാണ് ഗായ്സ്. ഔഷധ കഞ്ഞിയാ? ഔഷധ ഗുണമുള്ള കഞ്ഞി അങ്ങനെയാണ് പറയാൻ, ഔഷധ കഞ്ഞി. ഗൈസ് നിങ്ങൾ കേട്ടല്ലോ എൻ്റെ മോൻ പറഞ്ഞത്, ഔഷധ കഞ്ഞി. സംഭവം നല്ല അടിപൊളി കഞ്ഞിയാണ്. നമ്മളെ നോമ്പ് സമയത്ത് മാത്രം കിട്ടുന്ന കഞ്ഞിയാണ്. നമ്മൾ വീട്ടിലൊന്നും വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. സൂപ്പറാണ് കഞ്ഞി. ഞാനും ഉമ്മയും കഞ്ഞി കുടിച്ചു. വാപ്പു ചോറും മരിച്ചിനിയും പിന്നെ മീൻ കറിയും പൊരിച്ച മീനും കൂട്ടി കഴിച്ചു. എൻ്റെ 2-3 ഫ്രണ്ട്സ് വന്നുകൊണ്ട് വാപ്പു കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗായ്സ്. നോമ്പൊക്കെ നല്ല വൃത്തി മുറിച്ചെന്ന് വിചാരിക്കുന്നു. ദുആയൊക്കെ ചെയ്തു. ബൈ ഗുഡ് നൈറ്റ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ 3K ആണ് ഇന്നത്തെ ലൈക്ക്. ബൈ നാളെ കാണാം.